ഗർഭഛിദ്ര ഓഡിയോയിലുള്ള പെൺകുട്ടിയെ കണ്ടെത്തി, പക്ഷേ പരാതിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ വഴിമുട്ടി അന്വേഷണം. ഇന്ന് മാതൃഭൂമിയിൽ വന്ന ഒരു വാർത്തയാണിത്. അതായത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്ന വിവാദങ്ങൾ, ആരോപണങ്ങൾ, കോലാഹലങ്ങൾ, മാധ്യമ വിചാരണകൾ, ഇതിലൊക്കെ അന്നൊക്കെ മാധ്യമങ്ങൾ പലതരത്തിലുള്ള ഓഡിയോ ക്ലിപ്പുകളൊക്കെ പുറത്തുവിട്ടിരുന്നു. ഇതിൻ്റെ ആ ഒരു ശാസ്ത്രീയമായ വശം, അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് തവണ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. എന്ന് വെച്ചാൽ ഈ പറയുന്ന പുറത്തു വന്നിരിക്കുന്ന ഈ ഓഡിയോ ക്ലിപ്പിലുള്ള ഓഡിയോ ക്ലിപ്പിലുള്ള സംഭാഷണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത് തന്നെയാണോ? അത്തരത്തിൽ ഒരു ശാസ്ത്രീയമായ പരിശോധന പോലീസ് നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ പല ആവർത്തി ചോദിച്ചതാണ്. അത് ചോദിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, ഈ മാധ്യമങ്ങൾ രാഹുലിനെതിരെ ഈ ആരോപണങ്ങൾ ഉയർന്നു വന്ന അന്ന് മുതൽ തന്നെ മാധ്യമങ്ങളിൽ ഈ സ്ക്രീൻഷോട്ടുകളും ഈ ഓഡിയോകളും ഒക്കെ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥർ പരാതിക്കാരെ കണ്ടെത്തുവാനും തെളിവുകൾ ഉണ്ടാക്കുവാനും ബാംഗ്ലൂരും ഹൈദരാബാദും തിരുവനന്തപുരത്തും കൊച്ചിയിലും ഒക്കെ അന്വേഷണങ്ങൾ നടത്തുമ്പോൾ നമ്മൾ പല ആവർത്തി ചോദിച്ചതാണ്, എന്തുകൊണ്ടാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്ന ഓഡിയോ ക്ലിപ്പ് എന്തുകൊണ്ടാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ ഒരു തെളിവായി സ്വീകരിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ അന്വേഷണത്തെ മുന്നോട്ട് കൊണ്ടുപോകാത്തത് എന്നുള്ള ചോദ്യം. കാരണം പല ഘട്ടങ്ങളിൽ ഈ പറയുന്ന അന്വേഷണ സംഘം ബാംഗ്ലൂരിൽ പോയി, ഹൈദരാബാദ് പോയി, ചെന്നൈയിൽ പോയി, തിരുവനന്തപുരത്ത് വന്നു, കൊച്ചിയിൽ വന്നു, ഒക്കെ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് പോലും തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടി നടന്നപ്പോൾ അന്ന് നമ്മൾ ചോദിച്ചതാണ്, എന്ത് ഈ ഓഡിയോ ക്ലിപ്പുകൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്, ഈ ഓഡിയോ ക്ലിപ്പുകൾ തെളിവായി എടുത്തുകൊണ്ട് ഈ പറയുന്ന അന്വേഷണത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സാധിക്കുന്നില്ല എന്നുള്ളത്. അതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഈ പറയുന്ന ഓഡിയോ ക്ലിപ്പുകൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്ന ഈ ഓഡിയോ ക്ലിപ്പുകൾ അത് രാഹുലിൻ്റെതാണ് എന്ന് വച്ചുകൊണ്ട്, അത് തെളിവായി സ്വീകരിച്ചുകൊണ്ട്, ഡിജിറ്റൽ തെളിവായി അത് എടുത്തുകൊണ്ട് പോലീസ് ഈ പറയുന്ന അന്വേഷണ സംഘം കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ കോടതി ആദ്യം ചോദിക്കുന്നത് ശാസ്ത്രീയമായ തെളിവാണ്. മീൻസ് ഈ പറയുന്ന ഓഡിയോ ക്ലിപ്പുകൾ രാഹുലിൻ്റെതാണ് എന്ന് തെളിയിക്കുന്ന ശാസ്ത്രീയമായ പരിശോധന നടത്തിയതിൻ്റെ റിസൾട്ട്. അത്തരത്തിലൊരു ശാസ്ത്രീയ പരിശോധന നടത്തിയിട്ട് ഇത് രാഹുലിൻ്റെതാണ് എന്ന് തെളിയിക്കേണ്ട ബാധ്യത പോലീസിനുണ്ട്. എങ്കിൽ മാത്രമേ ഈ ഡിജിറ്റൽ തെളിവുകളെ കോടതി തെളിവുകളായിട്ട് സ്വീകരിക്കുകയുള്ളൂ. അങ്ങനെ അത് തെളിയിക്കാൻ സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന തെളിവുകൾ, ഈ പറയുന്ന ഓഡിയോ ക്ലിപ്പുകൾ എവിടെ നിന്നും ഉണ്ടായി എന്നുള്ള ചോദ്യം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവും. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ഇത് എവിടെ നിന്നുണ്ടായി, ആരുണ്ടാക്കി എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ബാധ്യത ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർക്കുണ്ട്. അങ്ങനെ ആ ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന എല്ലാ ആരോപണങ്ങളും തവിട് പൊടിയാകും. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വ്യാജമായി നിർമ്മിച്ചെടുത്ത ഈ പറയുന്ന ഓഡിയോ ക്ലിപ്പുകൾ അത്രയും ഗൂഢാലോചനയുടെ ഭാഗമായി പലരും AI നിർമ്മിതമായി ഉണ്ടാക്കിയെടുത്തതാണ് എന്നുള്ള കാര്യം പോലീസിന് കോടതിയെ അറിയിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഈ ഉയർന്നു വന്നതിലുള്ള എല്ലാവിധ ആരോപണങ്ങൾ പൊളിയുമെന്ന് മാത്രമല്ല, രാഹുലിനെ അധിക്ഷേപിക്കുവാനും രാഹുലിനെ താറടിക്കുവാനും രാഹുലിനെ നിന്ദിക്കുവാനും വേണ്ടി ഉണ്ടാക്കിയെടുത്തതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചനകൾ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ആരൊക്കെയാണ് ഈ AI നിർമ്മിത ഓഡിയോ ക്ലിപ്പുകൾ ഉണ്ടാക്കിയത് എന്നുള്ളതൊക്കെ പുറത്തു വരും. അങ്ങനെ ഒരു കാര്യം മുൻകൂട്ടി ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടതുകൊണ്ടാണ് ഈ പറയുന്ന ആളുകളിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്ന തെളിവുകൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടൊരു അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കാത്തത് എന്നുള്ളതാണ്. ഇപ്പോഴും പറയുന്നത്, ഈ പറയുന്ന ഗർഭഛിദ്രം നടത്തി എന്ന് പറയപ്പെടുന്ന ആളെ പോലീസ് കണ്ടെത്തി പോലും, പക്ഷേ ആ ആൾക്ക് പരാതിയില്ല എന്ന്. ഏത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഗർഭഛിദ്രം നടത്തി എന്ന് പറയപ്പെടുന്ന യുവതിയെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്, പക്ഷേ ആ യുവതിയെ പരാതിയില്ല എന്നാണ് പറയുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. എങ്ങനെയുണ്ട് കാര്യങ്ങൾ? നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ബാംഗ്ലൂരും ഹൈദരാബാദും തിരുവനന്തപുരത്തും കൊച്ചിയിലും ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ഈ പറയുന്ന ബാംഗ്ലൂർ നടത്തി എന്ന് ഒരു കൂട്ടർ പറഞ്ഞു, ഒരു കൂട്ടർ ഹൈദരാബാദിൽ ചെയ്തു എന്ന് പറഞ്ഞു, മറ്റൊരു കൂട്ടർ തിരുവനന്തപുരത്താണ് ചെയ്തത് എന്ന് പറഞ്ഞു.
ഈ പറഞ്ഞതൊക്കെ കേട്ടിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ സ്ഥലങ്ങളിലും അവിടെയുള്ള ഹോസ്പിറ്റലുകളിലും ഈ പറയുന്ന ആളുകൾ ആരോപിതർ പറഞ്ഞിരിക്കുന്ന ഹോസ്പിറ്റലുകളിലും ഒക്കെ കയറി നിറങ്ങിയിട്ടും ഒരു തെളിവോ ഒരു വിധത്തിലുള്ള യാതൊരുവിധ ഇൻഫർമേഷനും കിട്ടാതെ വന്ന് അന്വേഷണം വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോ ഇങ്ങനെ ഒരു വാർത്ത വരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഏറ്റവും അധികം വേട്ടയാടാൻ വേണ്ടി അല്ലെങ്കിൽ രാഹുലിനെ ഒരു മാധ്യമ വിചാരണ നടത്തിയവർ നമ്മുടെ നാട്ടിലെ മാപ്രകളാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അങ്ങനെ വരുമ്പോൾ ഈ അന്വേഷണം വഴിമുട്ടി നിൽക്കുമ്പോൾ അന്വേഷണം എവിടെയും കൊണ്ടു ചെന്നെത്തിക്കാൻ കഴിയാതെ വരുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്നുള്ള കാര്യം വളരെ ശ്രദ്ധേയമാണ്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ആരോപണങ്ങളൊക്കെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് കാര്യം. ഈ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ആയതുകൊണ്ട് മാത്രമാണ് പരാതിക്കാരില്ലാതെ ഒരു വിധത്തിലുള്ള പരാതിക്കാരും ഇല്ലാതെ ഈ പറയുന്ന പോലീസ് ഈ ആളുകൾ വാർത്താ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ അല്ലെങ്കിൽ പറയുന്ന ആരോപണങ്ങൾ കേട്ടുകൊണ്ട് പരാതി നൽകിയവരുടെ വാക്കും കേട്ടുകൊണ്ട് പോലീസ് അന്വേഷണത്തിന് ഇറങ്ങി തിരിച്ചത്. എന്നിട്ട് ഈ പറയുന്ന മാധ്യമത്തിൽ വന്നുകൊണ്ട് അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളിൽ വന്നുകൊണ്ട് ആരോപണം ഉന്നയിച്ച വ്യക്തിയെ കൊണ്ട് തന്നെ പരാതി എഴുതി വാങ്ങാൻ പോലീസ് ശ്രമിച്ചു. ആ വ്യക്തിക്ക് പരാതി ഇല്ല എന്നാ പറഞ്ഞത്. അതോടൊപ്പം ആ വ്യക്തി പറഞ്ഞത് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന്. മനസ്സിലായില്ലേ? എനിക്ക് ശരിക്കും ഞാൻ ആ സമയത്ത് ഞാനൊന്ന് വിചാരിച്ചെന്നറിയാമോ, ഈ ആരോപണം ഉന്നയിച്ച ആ നടി അന്ന് പരാതി ഉണ്ട് എന്ന് പറഞ്ഞ് പരാതി എഴുതി കൊടുത്തിട്ട് നിയമപരമായിട്ട് മുന്നോട്ട് പോകണമായിരുന്നു. അങ്ങനെ നിയമപരമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആ പറഞ്ഞ ആരോപണം ഉന്നയിച്ച, അതായത് അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ച ആ നടിയായിരിക്കും ഇതിലെ ഒന്നാം പ്രതി എന്നുള്ളതാണ്. അത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഞാൻ നിയമ നടപടിക്കില്ല, എനിക്ക് പരാതിയില്ല, എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒഴിഞ്ഞു മാറിയത്. ഇപ്പോഴിതാ വാർത്തകൾ പുറത്തു വരുന്നത് എന്താണ്? പരാതിക്കാരെ കണ്ടെത്തി. അങ്ങനെ ഒരു പരാതിക്കാരി ഇല്ല ഫസ്റ്റ് ഓഫ് ഓൾ. അല്ലെങ്കിൽ അത്തരത്തിലൊരു ഓഡിയോ ക്ലിപ്പും ഇല്ല, അങ്ങനെ ഒരു വ്യാജ ഗർഭവും ഇല്ല, അങ്ങനെ ഒരു ഗർഭം അലസിപ്പിക്കലും ഇല്ല. ഇപ്പോ ഇത് ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം വീണ്ടും വീണ്ടും സജീവമാക്കി നിർത്താൻ വേണ്ടിയിട്ട് പലരുടെയും കളികളാണ്. ആ കളികളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പെൺകുട്ടിയെ കണ്ടെത്തി, പക്ഷേ പെൺകുട്ടിക്ക് പരാതിയില്ല എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പെൺകുട്ടിയുമില്ല, ഒരു പെൺകുട്ടിയെയും കണ്ടെത്തിയിട്ടുമില്ല. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിലല്ലേ കണ്ടെത്താൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഒരു പെൺകുട്ടിയുമില്ല, ഒരു പെൺകുട്ടിയെ കണ്ടെത്തിയുമില്ല. പിന്നെ ഈ വാർത്തകൾ ഇങ്ങനെ പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് എവിടെയും അവിടെയും ഇവിടെയും തൊടാത്ത രീതിയിലുള്ള വാർത്തകൾ. പെൺകുട്ടിയെ കണ്ടെത്തി പോലും, പക്ഷെ പെൺകുട്ടിക്ക് പരാതിയില്ല എന്നാണ് പറയുന്നത് എന്ന രീതിയിൽ എവിടെയും തൊടാത്ത രീതിയിലുള്ള വാർത്തകൾ പടച്ചു വിട്ടുകൊണ്ടേയിരിക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം എന്നുള്ള പേര്, ആ പേര് സജീവമാക്കി നിർത്തണം. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് തോറ്റു തുന്നം പാറിയിരിക്കുന്ന സഖാക്കൾക്ക് ആ സഖാക്കൾക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടമാണ് ഉള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന മാപ്രകൾക്ക് അവരുടെ വ്യൂവർഷിപ്പ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ രാഹുൽ മാങ്കൂട്ടം. ആ നാമമുണ്ടെങ്കിൽ, അയാളുടെ ഒരു ചിത്രമുണ്ടെങ്കിൽ അത് അവരുടെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വാർത്ത എന്ന് പറയുന്നത്, അതിൻ്റെ TRP റേറ്റിംഗ് എന്ന് പറയുന്നത്, അതിൻ്റെ വ്യൂവർഷിപ്പ് എന്ന് പറയുന്നത് അവർ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്തേക്കാണ്. അങ്ങനെ വരുന്നത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ വീണ്ടും വീണ്ടും സജീവമാക്കാൻ വേണ്ടി അവിടെയും ഇവിടെയും തൊടാത്ത രീതിയിൽ പച്ചനുണകൾ, ഊഹാപോഹങ്ങളാണ്. ഊഹാപോഹങ്ങൾ ഇങ്ങനെ പടച്ചു വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ മാധ്യമങ്ങൾ പറഞ്ഞത് ബാംഗ്ലൂരിൽ പോയിട്ട് നിർണായകമായ വിവരങ്ങൾ ലഭിച്ചു. മറ്റൊരു ഘട്ടത്തിൽ പറഞ്ഞു ഇല്ല, പ്രതിസന്ധിയിലാണ്, വഴിമുട്ടി നിൽക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇല്ല, ഈ പറയുന്ന നടി മൊഴി നൽകിയപ്പോൾ ആദ്യം പറഞ്ഞു നടി മൊഴി നൽകി, സ്ക്രീൻഷോട്ടുകൾ സമർപ്പിച്ചു, ഈ പറയുന്ന അന്വേഷണ സംഘം സജീവമായി ഇടപെടുന്നു, രാഹുലിന്റെ അറസ്റ്റ് ഉണ്ടാകുമെന്ന്. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും പറഞ്ഞു ഇല്ല, നടിയുടെ പരാതിയിലും നടിയുടെ ഈ നൽകിയിരിക്കുന്ന സ്ക്രീൻഷോട്ടും അനുസരിച്ച് കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, അതുകൊണ്ട് അവർ ഈ കാര്യത്തിൽ ഈ കേസിൽ മാപ്പ് സാക്ഷിയാണ് എന്ന്. അങ്ങനെ അനുദിനം വാർത്തകൾ വളച്ചൊടിച്ചുകൊണ്ടും വാർത്തകൾ ഊഹാപോഹങ്ങൾ നിറച്ചുകൊണ്ടും പോലീസിന്റെ നീക്കങ്ങൾ എന്താണെന്ന് അറിയാതെ പോലീസ്
അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ഊഹാപോഹങ്ങളും ഇത്തരത്തിലുള്ള അസംഷനുകളും ഒക്കെ വാർത്തയാക്കിക്കൊണ്ട് ഈ വിഷയം സജീവമാക്കി നിലനിർത്തുകയാണ് നമ്മുടെ നാട്ടിലെ മാപ്രകൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ കേസ് എവിടെയും എത്താതെ ആയി പോകുമോ, അല്ലെങ്കിൽ ഈ കേസ് അന്വേഷണം വഴിമുട്ടി. കാരണം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളിൽ ഒരു അന്വേഷണം എവിടെ വരെ കൊണ്ടു ചെന്നെത്തിക്കാനാണ്? സാധ്യമല്ലല്ലോ. എന്തെങ്കിലും അടിസ്ഥാനമുള്ള കാര്യങ്ങളിലല്ലേ അന്വേഷണം നടത്താൻ കഴിയുകയുള്ളൂ. അടിസ്ഥാനരഹിതമായ കാര്യങ്ങളിൽ എങ്ങനെയാണ് അന്വേഷണം നടത്തുന്നത്? അങ്ങനെ ഈ ഒരു അന്വേഷണം ഇവിടെ അവസാനിക്കുമോ എന്നുള്ള ഒരു തത്രപ്പാടിൽ ഇത്തരത്തിൽ വാർത്തകൾ വളച്ചൊടിച്ച് ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുകയാണ് നമ്മുടെ നാട്ടിലെ മാപ്രകൾ. അതിനൊരു കാരണമുണ്ട് കേട്ടോ. കാരണം ഈ പറയുന്ന മാപ്രകളാണ് രാഹുലിനെതിരെ വലിയ തരത്തിലുള്ള കോലാഹലങ്ങളും വിവാദങ്ങളും ഈ പറയുന്ന തെളിവുകൾ പുറത്തുവിടുന്നു. ആനയാണ്, മണ്ണാങ്കട്ടയാണ്, ചേനയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് എവിടെയും എത്താതെ അവസാനിക്കുക എന്നുള്ളത് ഇവർക്കാണ് ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഈ വിഷയങ്ങളിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ മുൾമുനയിൽ നിർത്തുന്ന രീതിയിൽ ഇത്തരത്തിൽ വാർത്തകൾ പടച്ചുവിട്ടുകൊണ്ടേയിരിക്കുന്നത്.